ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പാണക്കാട്ടെത്തി. സാദിഖ് അലി തങ്ങളുമായി സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തി. മലപ്പുറം മതനിരപേക്ഷതയുടെ നാടാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. മുൻകാലങ്ങളിലെ തന്റെ പ്രസ്താവന ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാണക്കാട്ടെ സന്ദർശനം അതിനാശ്വാസമാകുമെന്നും സന്ദീപ് പറഞ്ഞു. കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിന്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറ പാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളും എല്ലാ കാലത്തും അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീടിനെ കണ്ടിട്ടുള്ളത്. ഏത് സമയത്തും ആർക്കും സഹായം ചോദിച്ച് കടന്നു വരാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു തറവാട്. പ്രത്യേകിച്ചും ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് ഇന്ന് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. മാത്രമല്ല, ബി.ജെ.പിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഹൃദയവേദന ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ എൻ്റെ ഈ വരവ്, പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സലാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങൾ നൽകും. സലാം, കോൺഗ്രസ് പ്രവേശനത്തിന് മുൻപ് വരെ തീവ്ര ഹിന്ദുത്വ മുസ്ലിം വിരുദ്ധ നിലപാടായിരുന്നു സന്ദീപ് വാര്യരുടേത്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. ആ കോൺഗ്രസ് പ്രവേശനത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണോ ലീഗ് നേതാക്കളും? ദിവ്യ, വലിയ ആവേശത്തോടെയാണ് ലീഗ് നേതാക്കളും ലീഗ് പ്രവർത്തകരും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷം പാണക്കാടെത്തിയ സന്ദീപ് വാര്യരെ വരവേറ്റത്. കൂടാതെ വലിയ പ്രാധാന്യം തന്നെയാണ് മുസ്ലിം ലീഗ് ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ കാണുന്നത്. കാരണം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണവും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ദേശീയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം എന്ന് പറയുന്നത്. കാരണം ബി.ജെ.പിയിലേക്കാണ് ബി.ജെ.പി ആണ് രാഷ്ട്രീയ അഭയമെന്ന ഒരു പ്രചരണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു സ്ഥിതി നിലവിലുണ്ടായിരുന്നു. അതിന് മാറ്റം വന്നിരിക്കുകയാണ്. അതിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇനി മുതൽ കൂടുതൽ ആളുകൾ കോൺഗ്രസിലേക്കായിരിക്കും വരിക. ഇത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തും. ആ രീതിയിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തിപ്പെടുത്തലിന് കൂടി ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം എന്ന് പറയുന്നത്. ആ രീതിയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് മുസ്ലിം ലീഗ് ഇതിനെ കാണുന്നത്. കൂടാതെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തിയ അദ്ദേഹത്തെ വലിയ ആവേശത്തോടും വലിയ സന്തോഷത്തോടും കൂടി സ്വീകരിക്കുകയും കൂടാതെ 10 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണവും വലിയ സന്തോഷത്തിലുള്ളതായിരുന്നു. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. കൂടാതെ ഇനി അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ആ രീതിയിൽ ഇനി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന ഒരു പ്രതികരണമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് സന്ദീപ് വാര്യർ പ്രധാനമായും നേരത്തെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചുണ്ടായ ചില പരാമർശങ്ങളൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു. അതിനുള്ള മറുപടി എന്നോണമാണ് അദ്ദേഹം ഈ മലപ്പുറം ജില്ലയെ പുകഴ്ത്തിക്കൊണ്ട് മലപ്പുറം ജില്ല മതേതരത്വത്തിന്റെ ഈറ്റിലമാണ് സന്ദീപ് വാര്യരിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളും പ്രസ്താവനകളും അടക്കം ഇനി മറക്കാം, ഇനി പഴയ കാര്യങ്ങൾ ചിക്കിച്ചികയേണ്ടതില്ല എന്നാണോ ലീഗ് നേതാക്കളുടെ പ്രതികരണം? അതെ, നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ, നേരത്തെ ഉണ്ടായ വിവാദങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, അതിനൊക്കെ തന്നെ വിരാമം ഇട്ടിരിക്കുന്നു. പാണക്കാട് തങ്ങളുടെ കൊടപ്പനക്കൽ തറവാട്ടിലെത്തുമ്പോൾ തന്നെ അതിന് ഒരു വിരാമമായിരിക്കുന്നു. അത് ഇനിയൊരു ശുഭപ്രതീക്ഷയാണ്. ഇനി മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയമായിരിക്കും സന്ദീപിൽ നിന്നുണ്ടാവുക. അതിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മുസ്ലിം ലീഗ് കാണുന്നത് എന്നൊരു പ്രതികരണമാണ് ലീഗ് നേതാക്കളുടെ ഭാഗത്തുണ്ടായത്. കൂടാതെ കെ സുരേന്ദ്രനും ആ രീതിയിൽ എം പി രാജേഷിനുള്ള മറുപടിയും സന്ദീപ് വാര്യർ പറയുകയുണ്ടായി. നേരത്തെ വലിയ കസേരകൾ കിട്ടട്ടെ എന്നൊരു പരിഹാസമായിരുന്നു കെ സുരേന്ദ്രന്റെ ഭാഗത്തുണ്ടായത്. അതിന് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് കിട്ടുന്ന കസേരയാണ് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ കസേര, അതിൽ തന്നെ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ ഒരു പ്രതികരണം നടത്തിക്കൊണ്ടാണ് കെ സുരേന്ദ്രന് മറുപടി പറയുന്നത്. കൂടാതെ എം പി രാജേഷൻ, അദ്ദേഹം നേരത്തെ വർഗീയ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പരാമർശങ്ങളിലെ അതിലുള്ള വിമർശനമാണ് എം പി രാജേഷ് പങ്കുവച്ചത്. അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത്, എം പി രാജേഷും കെ സുരേന്ദ്രനും അവർ രണ്ടുപേരും കൂടിയുള്ള ഒരു ഇന്നോവ തനിക്കെതിരെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് എം പി രാജേഷ് ആണ് അതിന്റെ ഡ്രൈവറെങ്കിൽ കെ സുരേന്ദ്രനായിരിക്കും ആയുധമേന്തിക്കൊണ്ട് തനിക്കെതിരെ ആക്രമിക്കാൻ വരിക. ആ ഒരു സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നില്ല. കാരണം അല്ലെങ്കിൽ അത്തരം ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത്. കൂടാതെ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, വ്യക്തികളുടെ ചോയ്സ് ആണ് ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിനെ മാനിക്കുക എന്നതാണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത്. കൂടാതെ ഈ വസ്ത്രം ഇടുന്നത് പോലെ ഭക്ഷണം, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് പോലെയുള്ള ഒരു അവകാശമാണ്. ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം തിരഞ്ഞെടുക്കുക, അതിനെ മാനിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. എം പി രാജേഷിനുള്ള മറുപടി എന്നോളമാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ആ രീതിയിൽ ഈ രാഷ്ട്രീയ
ചില പരാമർശങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി നടത്തിയാണ് സന്ദീപ് വാര്യർ പാണക്കാട് നിന്നും മടങ്ങിയത്. വലിയ ആവേശത്തിലും നിരവധി ലീഗ് നേതാക്കൾ, അതായത് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സന്ദീപ് വാര്യരുടെ പാണക്കാട് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ സന്ദീപ് വാര്യരോടൊപ്പം തന്നെ എംഎൽഎമാരും നജീബ് കാന്തപുരം, എൻ ഷംസുദ്ദീൻ എംഎൽഎമാരടക്കമുള്ള നേതാക്കൾ, കൂടാതെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കൾ, അങ്ങനെ എല്ലാവിധ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നിരവധി പ്രവർത്തകർ, പാലക്കാട് ജില്ലയിൽ നടക്കുമുള്ള മുസ്ലിം ലീഗിന്റെ നിരവധി പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ പാണക്കാട് നിന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങിയോ അതോ വ്യക്തിപരമായ മറ്റു കൂടിക്കാഴ്ചകളുമുണ്ടോ? പാലക്കാടേക്ക് തന്നെയാണോ അദ്ദേഹം തിരിച്ചത്? അദ്ദേഹം പാലക്കാട്ടേക്ക് തന്നെയാണ് മടങ്ങിയിട്ടുള്ളത്. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കാൻ തനിക്കുണ്ട്, വലിയ റോളുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടേക്ക് അത്യാവശ്യമായി മടങ്ങേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് അങ്ങനെ ഒരു മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്. മറ്റു കൂടിക്കാഴ്ചകളൊന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വന്ന നേതാക്കളൊക്കെ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു. അവിടെ നിന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയാണ്, ഈ കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയാണ് പാണക്കാട്ടേക്ക് എത്തിയത്. അതിനുശേഷം ഏതാണ്ട് 10 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ച, അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു. അങ്ങനെ അവർ സന്തോഷം പങ്കുവച്ചു. ലീഗ് പ്രവർത്തകരുടെയും ലീഗ് നേതാക്കളുടെയും ആശംസകൾ ഏറ്റുവാങ്ങി. അതിനുശേഷം അദ്ദേഹം വീണ്ടും പാലക്കാട്ടേക്ക് തന്നെ മടങ്ങി. പാലക്കാട്ടേക്ക് മടങ്ങുന്നു എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരിച്ചുപോയത്.